അറിവും തിരിച്ചറിവും. അറിവ് എന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നാം ഓരോരുത്തരും അജ്ഞതയുടെ ആൾരൂപമാണ്. ആ അജ്ഞത അറിവായി മാറുകയും ആ അറിവ് കോർത്തിണക്കി ജീവിക്കാൻ തുടങ്ങണം എന്ന് തോന്നുമ്പോഴാണ് എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കുന്നത്. അറിവും തിരിച്ചറിവുമാണ് മനുഷ്യരിലുള്ള സ്വഭാവ ഘടകങ്ങൾ. നമ്മളുടെ എല്ലാം അനുഭവം ഒരു അറിവാണ്. ആ അറിവിൽ കൂടിയാണ് എല്ലാ അനുഭവങ്ങളുടെയും തുടക്കം. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മളുടെ അറിവല്ല, തിരിച്ചറിവാണ് ഓരോരുത്തരെയും മനുഷ്യരാക്കുന്നത്. ആരുമറിയാതെ നാം ഉള്ളിൽ ഒതുക്കി വെച്ച സങ്കടങ്ങൾ മനസ്സിലാക്കി നാം ഓരോരുത്തരെയും സന്തോഷത്തിലേക്ക് നയിക്കുന്ന ചിലതുണ്ട്, ചില സൗഹൃദങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെയും അറിവിൽ കൂടി ഉണ്ടാവുന്നതാണ്. ചില പാഠങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടണമെന്നില്ല, അത് അറിവിൽ നിന്ന് കിട്ടും. നമ്മൾ ഓരോരുത്തർക്കും 1000 പേജോ 10,000 പേജോ അതിൽ കൂടുതൽ പേജുകളോ വായിക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ ഓരോരുത്തരുടെയും അറിവോ തിരിച്ചറിവോ വായിച്ചെടുക്കാൻ എളുപ്പമല്ല, പറ്റുകയുമില്ല. അറിവെന്ന് പറയുന്നത് ഒരു കണക്ക് പുസ്തകത്തിലെ കണക്ക് പോലെയാണ്. 9 മുതൽ 0 വരെയും അറിവാകുന്ന ജീവിത ലക്ഷ്യവും ഇതുപോലെ തന്നെയാണ്. കഥയറിയാതെ ആട്ടം കണ്ട് വിധി എഴുതുന്ന ലോകത്തിന് നൽകാൻ, ആത്മവിശ്വാസം നിറച്ചൊരു പുഞ്ചിരി നൽകാൻ അറിവുകൾക്കാവും. തെളിഞ്ഞു കത്തുന്ന തിരിനാളങ്ങൾ പോലെയാണ് അറിവുകൾ. ആ അറിവുകൾ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞൊരു പുലരിയെയും സമ്മാനിക്കും. ഭക്തി ഭക്ഷണത്തിൽ പ്രവേശിച്ച് പ്രസാദമായി മാറുന്നതും ഭക്തി വെള്ളത്തിൽ പ്രവേശിക്കുമ്പോൾ അമൃതായി മാറുന്നു എന്ന് തോന്നുന്നത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് അറിവുണ്ടാകുന്നത്. കാരണം തേടുമ്പോൾ നമ്മൾ കടൽ കണ്ടു എന്ന അറിവിൽ കൂടി പറയുമ്പോൾ നാം ഓരോരുത്തരും കണ്ടതും കാണാൻ ശ്രമിച്ചതും തിരയും തീരവുമാണെന്ന അറിവിൽ കൂടിയാണ് നാം മനസ്സിലാക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉത്തരമാണ് നിശബ്ദത. കാരണം പൂജ്യങ്ങളില്ലാതെ 1000-ഉം കോടിയും ഉണ്ടായിട്ടില്ല. അത് ഒരു അറിവിൽ കൂടിയും തിരിച്ചറിവിൽ കൂടിയും ഉണ്ടാകുന്നതാണ്.